പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിലെ ദൈവത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം വിവിധ കാലഘട്ടങ്ങളിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ബൈബിളിലെ ദൈവത്തെക്കുറിച്ച്, ആ വെളിപാടിനെ കുറിച്ച് ക്രമമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ബൈബിളിൽ ആദ്യത്തെ വചനം തന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അവിടെ തന്നെ ദൈവത്തെയാണ് ആദ്യമേ പരിചയപ്പെടുത്തുന്നത്. ആ ദൈവത്തിൻ്റെ പ്രത്യേകത ആദിയിൽ, അതായത് സമയം ഉണ്ടാകുന്നതിന് മുമ്പ് അനാദിയിലുള്ളവൻ ദൈവം മാത്രമാണ്. ഇതാണ് ദൈവം ആദിയും അന്തവുമാണ് എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. അതായത് യുഗങ്ങൾക്കെല്ലാം മുമ്പേ എന്ന് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്ന കാര്യം ഇതാണ്: അനാദിയിൽ സമയമുണ്ടാകുന്നതിന് മുമ്പ് ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അതാണ് ദൈവം, അതാണ് സൃഷ്ടാവ്. സമയം ആരംഭിക്കുമ്പോൾ, അതായത് ആദിയിൽ ദൈവം. അപ്പോൾ ആദിയിൽ സമയമാണ്, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദൃശ്യലോകവും ദൃശ്യലോകവും. അദൃശ്യലോകവും ദൃശ്യലോകവും സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. അനാദിയിലുള്ളവൻ ദൈവം മാത്രമാണ്. ഈ ദൈവം നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറയുന്നതിലൂടെ ദൈവത്തിലുള്ള തൃത്വത്തെ വെളിപ്പെടുത്തുകയാണ്. അതായത് ദൈവം ഏകനാണ് എങ്കിലും അവനിൽ 3 പേരുണ്ട്, ദൈവത്തിൽ 3 ആളത്വങ്ങളുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപാടായി കാണുന്നത് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് ദൈവം സ്വയം പറയുന്നതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഇത് നമ്മൾ ഏദൻ തോട്ടത്തിൽ കാണുന്ന കാഴ്ചയാണ്. അതിനുശേഷം വെളിപാട് ആരംഭിക്കുമ്പോൾ, അത് വെളിപ്പെടുത്തൽ ആരംഭിക്കുമ്പോൾ, ദൈവം അബ്രാഹത്തെ വിളിക്കുമ്പോൾ, അവൻ ഏകനായിരിക്കുന്ന ദൈവം അബ്രാഹത്തെ വിളിക്കുന്നു. ആ ദൈവം അബ്രാഹത്തെ വിളിച്ചിരിക്കുന്ന വിളിയിലൂടെ വെളിപ്പെടുത്തുന്നത് സൗഖ്യദാതാവായ ദൈവം എന്ന നിലയിലാണ്. നമ്മളിത് മനസ്സിലാക്കണം. അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഈ 3 പേർക്കും ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് സൗഖ്യദാതാവായ ദൈവം. അബ്രാഹത്തിന് മക്കളില്ലായിരുന്നു, അബ്രാഹത്തിന് ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസ്ഹാക്കിനും റബേക്കയ്ക്കും മക്കളില്ലായിരുന്നു, ഇസ്ഹാക്കിനെ 2, അതായത് ഇരട്ടക്കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. റാഹേലിന്, യാക്കോബിന് റാഹേൽ മക്കളില്ലായിരുന്നു, റാഹേലിന് കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇങ്ങനെ സൗഖ്യദാതാവായ ഒരു ദൈവത്തെയാണ് അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും കാണുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവം മോശയോട് പറയുന്നത് ഞാൻ വിടുതൽ നൽകുന്ന ദൈവം എന്നാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് മോശയ്ക്ക് മുമ്പിൽ ദൈവം തന്നെ വെളിപ്പെടുത്തി നൽകുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അതാണ് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നൊരു കാര്യം ഇതാണ്. ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ കർത്താവാണ്, എന്നാൽ അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഞാൻ കർത്താവ് എന്ന നിലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, യാഹുവേ എന്ന നിലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, ഞാൻ തന്നെ എന്ന നിലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് സൗഖ്യദാതാവായ ദൈവമാണ് എന്ന നിലയിലാണ്. എങ്കിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് വിടുതൽ നൽകുന്ന ദൈവം എന്ന നിലയിൽ തന്നെയാണ്. ഇനി അബ്രാഹത്തിൻ്റെ കാലഘട്ടത്തിൽ അബ്രാഹത്തിൻ്റെ രീതിയിലേക്ക് 3 പേർ വരുന്നത് കാണാൻ സാധിക്കും. അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന രീതിയിലുള്ള സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. 3 ആളുകൾ അബ്രാഹത്തിൻ്റെ അരികിലേക്ക് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. അബ്രാഹാം അവരെ കർത്താവേ എന്ന് വിളിക്കുന്നു എന്ന് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കണം. അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും അനുഭവിച്ച രീതിയിലുള്ള ഒരു ദൈവാനുഭവമല്ല മോശയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം ഒന്ന് തന്നെയാണെങ്കിലും മോശയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ദൈവാനുഭവമാണ്. അതുപോലെ ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി ലഭിക്കുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്, യുദ്ധം ജയിപ്പിക്കുന്ന ദൈവമായിട്ടാണ് ഇസ്രായേൽ ജനം ദൈവത്തെ കാണുന്നത്.
അങ്ങനെയെങ്കിൽ ദൈവം യഥാർത്ഥത്തിൽ ആരാണ്? ദൈവം എങ്ങനെയാണ്? ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തനായ ഒരു ദൈവത്തെ കാണുകയാണ്, പരിശുദ്ധനായ ഒരു ദൈവത്തെ കാണുക. യെശയ്യാ പ്രവാചകൻ കാണുന്നത് പരിശുദ്ധനായ ദൈവത്തെയാണ്. യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധൻ 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 എന്ന് പറയുന്ന ദൈവത്തെയാണ്, അങ്ങനെ മാലാഖമാർ വാഴ്ത്തിപ്പാടുന്ന ഒരു ദൈവത്തെയാണ് കാണാൻ സാധിക്കുന്നത്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്, വിടുതൽ നൽകുന്ന ദൈവം, സൗഖ്യദാതാവായ ദൈവം, അത്യുന്നതനായ ദൈവം, പരിശുദ്ധനായ ദൈവം, ആദ്യവും അന്തവുമായ, അതായത് നിത്യനായ ദൈവം. ഇങ്ങനെയെല്ലാം നമുക്ക് പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ തന്നെ ദൈവത്തിനെ കാണാൻ സാധിക്കും, ദൈവിക സ്വഭാവങ്ങളെയും കാണാൻ സാധിക്കും. ഇവിടെ യഥാർത്ഥ ദൈവിക സ്വഭാവത്തെ അവതരിപ്പിക്കുന്നതിൽ പ്രവാചകന്മാർ പരാജയപ്പെടുന്നുണ്ട്. അവർ അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ രീതിയിലുള്ള ദൈവത്തെയാണ് വെളിപ്പെടുത്തി തരുന്നത്. ഇങ്ങനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്, എങ്ങനെയാണ് ദൈവത്തെ കുറച്ചുകൂടി പറയുകയാണ്. ബൈബിളിൽ ദൈവത്തെ ഏൽ എന്ന് വിളിക്കുന്നത് കാണാൻ സാധിക്കും. യേശു ക്രിസ്തു ഏൽ ഏൽ ലമ സബക്താനി എന്ന സങ്കീർത്തന വചനം 22-ാം അധ്യായം 1-ാം വാക്യം പാടുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഏൽ, ദൈവത്തെ ഏൽ എന്ന് വിളിക്കുന്നു. ദാനിയേൽ, എസക്കിയേൽ, ഏൽ എന്ന് വിളിക്കുന്നു. ഏൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എന്നാണ്. ഈ അർത്ഥം നമ്മൾ മനസ്സിലാക്കണമേ. ഏൽ എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, ദൈവം. അത് ഇസ്രായേൽക്കാരുടെ ദൈവം തന്നെ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാനാൻകാരും ദൈവത്തെ വിളിക്കുന്നത് ഏൽ. മറ്റു ദേശക്കാർ, ഇസ്രായേലിന് ചുറ്റുമുള്ള ദേശക്കാരെല്ലാം ദൈവത്തെ വിളിക്കുന്നത് ഏൽ. നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ ദൈവമേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ആരുമാകാം. ഹിന്ദുക്കളും ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുന്നു, ക്രിസ്ത്യാനികൾ ദൈവമേ എന്ന് വിളിക്കുന്നു, മുസ്ലിങ്ങളും ദൈവമേ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ആർക്കു വേണമെങ്കിലും ദൈവമേ, ഈശ്വരൻ എന്ന അർത്ഥത്തിൽ പദം ഉപയോഗിക്കാം. അതിന് തുല്യമായ പദമാണ് ഏൽ. അതുകൊണ്ട് കാനാൻ ദേശത്തുള്ള ആളുകളും ദൈവത്തെ വിളിക്കുന്നത് ഏൽ എന്ന് തന്നെയാണ്. അപ്പോൾ ഏൽ എന്ന ദൈവിക നാമത്തെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവമായ കർത്താവ്. ഇസ്രായേൽക്കാർ പ്രത്യേകമായി വിളിക്കുന്നതാണ് ദൈവമായ കർത്താവ്, ഏലിയ. യാഹ്വേയാകുന്ന, ആകുന്ന ഏൽ. ദൈവത്തിന്റെ നാമം പുറപ്പാട് 3:14 മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വെളിപ്പെട്ടിരിക്കുന്നത് ഞാൻ തന്നെ, യാഹ് എന്നതാണ്. അപ്പൊ യാഹ്വേ എന്ന പദം, കർത്താവ് എന്ന പദം, യാഹ്വേ എന്ന പദം ഇസ്രായേൽക്കാർക്ക് പരിചിതമാവുകയാണ്. ദൈവത്തിന്റെ നാമമായി അവർ, ഏലിന്റെ നാമമായി അവർ സ്വീകരിക്കുന്നത് യാഹ്വേയാണ്. ഏലിയാഹ്, ജർമിയാഹ്, യോഹന്നാൻ, യാഹ് വെച്ച് തന്നെയാണ്. യേശുവിന്റെ നാമവും യാഹ്വേ രക്ഷിക്കുന്നു എന്ന വാക്കിൽ നിന്ന് കടന്നു വരുന്നതാണ്. അതാണ് യാഹ്വേ എന്ന പദം. ഇങ്ങനെ രണ്ട് പദം നമ്മൾ കണ്ടു, ഏൽ, യാഹ്. രണ്ട് പദം നമ്മൾ കാണുകയാണ്. യാഹ് എന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രോനൗണാണ്. ഞാൻ എന്നാണ് എൻ്റെ അർത്ഥം. യാഹ്വേ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ, ഞാൻ ആകുന്നു എന്നാണ് അർത്ഥം. ഇപ്രകാരമുള്ളൊരു ദൈവനാമം വെളിപ്പെടുത്തിയത് കൊണ്ടാണ് 1-ാം പ്രമാണം ഇപ്രകാരം പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവ് ഞാൻ ആകുന്നു. യാഹ്വേ, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നാമമാണ് ഞാൻ. യാഹ്വേ, YHWH എന്ന പദം ഇസ്രായേൽക്കാർ കാണുമ്പോൾ അവർ ഉച്ചരിക്കുന്നത് അദോനായ്. അദോനായ് എന്ന് പറഞ്ഞാൽ കർത്താവേ എന്നാണ്. അദോനായ്, അദോനായ് എന്നാണ് യാഹ്വേ എന്ന പദത്തിനെ ഉച്ചരിക്കുന്നത്. എഴുതിയിരിക്കുന്നത് YHWH എന്നാണ്. എന്നാൽ അവർ അദോനായ് എന്ന് വിളിക്കുന്നു, ലോർഡ്, യജമാനനെ എന്നർത്ഥത്തിൽ. എന്താണ് നമ്മൾ ബൈബിളിൽ കാണുന്ന നാമം? ഗ്രീക്കിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ, സപ്തതിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഈ നാമം മാറുകയാണ് കൂരിയോസ്. അതായത് അദോനായ് എന്ന വാക്കിന് അർത്ഥമുള്ള കൂരിയോസ്, കർത്താവ് എന്ന വാക്കിന് അർത്ഥമുള്ള, യജമാനൻ എന്ന അർത്ഥമുള്ള കൂരിയോസ് എന്ന പദമാണ് YHWH ഇത് കാണുന്നിടത്തെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ഉപയോഗിച്ച ബൈബിൾ, പഴയ നിയമ തിരുവെഴുത്തുകൾ സപ്തതി ആയതുകൊണ്ട്
കർത്താവ് എന്ന പദമാണ് നമ്മുടെ ബൈബിളുകളിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. യാഹ്വേ എന്ന പദം, YHWH എന്ന പദം ഉപയോഗിക്കുകയില്ല. കർത്താവ് എന്ന പദത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി യാഹ്വേ എന്ന പദം, കർത്താവ് എന്ന പദം യേശു ക്രിസ്തു ഉപയോഗിക്കുകയാണ്. പഴയ നിയമ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ദൈവം പരിശുദ്ധ തൃത്വത്തിലെ ആരാണ്? പരിശുദ്ധ തൃത്വത്തിൽ കാണുന്ന ഏത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 പേരിൽ ആരാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണപ്പെടുന്നത്? നമ്മളിത് മനസ്സിലാക്കണം. ബൈബിൾ വായിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ആദ്യമേ പറയട്ടെ, വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടാണ് പിന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പുത്രൻ എന്നുള്ള അഭിസംബോധന കടന്നു വരുന്നത്. അതായത് ദൈവത്തെ മനുഷ്യൻ വിളിക്കുന്നത് പിതാവേ എന്നാണ്. പിതാവേ, ദൈവത്തെ മനുഷ്യൻ വിളിക്കുകയാണ് പിതാവേ. പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വിക ദൈവത്തെയാണ് പിതാവേ എന്ന് വിളിക്കുന്നത്. ഏക ദൈവത്തെയാണ് പിതാവ് എന്ന് വിളിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വിക ദൈവത്തെ മനുഷ്യൻ തൻ്റെ സൃഷ്ടാവിനെ നോക്കി വിളിക്കുകയാണ് പിതാവേ. അതാണ് പിതാവ് എന്ന പദം പഴയ നിയമത്തിലേക്ക് നമ്മൾ പിതാവായ ദൈവം സംസാരിച്ചു എന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പരിശുദ്ധ തൃത്വത്തിലെ ഒന്നാമത്തെ ആളത്തമായ പിതാവായ ദൈവം പഴയ നിയമത്തിലൂടെ പ്രവർത്തിച്ചു, പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിൽ പുത്രൻ പ്രവർത്തിച്ചു, തുടർന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഇന്ന് പലരും മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്. എന്നാൽ അങ്ങനെയല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സൃഷ്ടാവായ തൃത്വിക ദൈവത്തെയാണ് പിതാവിൻ്റെ പ്രവൃത്തിയായി പഴയ നിയമത്തിൽ നമ്മൾ മുഴുവൻ കാണുന്നത്. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ പ്രവർത്തിച്ചത് യഥാർത്ഥത്തിൽ ആരായിരിക്കും? പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഭൂമിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമല്ല. പ്രപഞ്ചത്തിന് അതീതമായി നിലകൊള്ളുന്നവനായിട്ടാണ് പിതാവായ ദൈവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതായത് പിതാവായ ദൈവം ഭൂമിയിലേക്ക് വരുന്നില്ല. പിതാവായ ദൈവത്തെ ഭൂമിയിലുള്ള ആരും തന്നെ കണ്ടിട്ടില്ല. പുത്രനായ ദൈവമാണ് പിതാവിനെ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതായത് പഴയ നിയമത്തിൽ മുഴുവൻ പ്രവർത്തിക്കുന്ന ദൈവം പുത്രനായ ദൈവമാണ്. പുത്രനും പരിശുദ്ധാത്മാവുമാണ് പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം. പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവ്. ഇതാണ് സൃഷ്ടികർമ്മം. പ്രവൃത്തിയും ഇങ്ങനെ തന്നെ, രക്ഷാകര പ്രവൃത്തിയും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1:18 ഇങ്ങനെ പറയുന്നത്, ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അതായത് പുത്രൻ തമ്പുരാനാണ് പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, സകലരിലും വ്യാപിക്കുന്ന ദൈവം പരിശുദ്ധാത്മാവാണ്. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ. മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവം അതിൻ്റെ ആളത്തത്തിൽ പറയുകയാണെങ്കിൽ അത് പുത്രൻ തമ്പുരാനായിരിക്കും. പരിശുദ്ധ തൃത്വം പഴയ നിയമത്തിൽ വെളിപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് ഇങ്ങനൊരു വേർതിരിവ് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പഴയതിനെ കാണുകയാണെങ്കിൽ മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ നമ്മൾ പുത്രൻ തമ്പുരാനിൽ പരിചയപ്പെടേണ്ടി വരും. കാരണം പിതാവായ ദൈവം ആർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. നാം ദൈവത്തെ അനുഭവിക്കുകയാണെങ്കിൽ അതിന് മാക്സിമം എന്ന് പറയുന്നത് പുത്രനെ അനുഭവിക്കുക എന്നതാണ്. നമ്മളിത് മനസ്സിലാക്കണം. പരിശുദ്ധ കന്യാമറിയത്തെ വാഗ്ദാന പേടകം, കൃപാസനം എന്ന് വിളിക്കുന്നതിന് കാരണമുണ്ട്. കാരണം പഴയ നിയമത്തിൽ പുത്രനും പരിശുദ്ധാത്മാവും വന്ന് ആവസിക്കുന്ന ഇടമാണ് വാഗ്ദാന പേടകം അഥവാ കൃപാസനം. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ പുത്രനായ ദൈവം ആവസിച്ച, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട സ്ത്രീ അത് പരിശുദ്ധ കന്യകാമറിയമാണ്. അവൾ ഉദരത്തിലാണ്
അത്യുന്നതനായ ദൈവം പുത്രൻ നമ്മുടെ അത്യുന്നതന്റെ ശക്തി വന്ന് ആവസിച്ചത് അവളുടെ ഉദരത്തിലാണ്, പരിശുദ്ധാത്മാവ് അവളിലാണ് വന്ന് നിറഞ്ഞത്. ഇങ്ങനെ പുത്രനും പരിശുദ്ധാത്മാവും വാഗ്ദാന പേടകത്തിൽ എന്നതുപോലെ ആവസിച്ചത് കൊണ്ടാണ് മറിയത്തെ കൃപാസനം എന്ന് വിളിക്കുന്നത്, വാഗ്ദാന പേടകമേ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഐർമിസ് പിതാവ് ഇപ്രകാരം പറഞ്ഞത്: പിതാവായ ദൈവത്തിന്റെ ഭൂമിയിലേക്ക് നീട്ടിയിരിക്കുന്ന ഇരു കൈകൾ പോലെയാണ് പുത്രനും പരിശുദ്ധാത്മാവും. അതായത് സഭാപിതാക്കന്മാർ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്, പുത്രനും പരിശുദ്ധാത്മാവുമാണ് ഭൂമിയിൽ പ്രവർത്തിക്കുന്നത്, പിതാവായ ദൈവമല്ല. നമ്മൾ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ ആളത്വത്തെയല്ല, മറിച്ച് പിതാവുത്തനും പരിശുദ്ധാത്മാവുമായ തൃത്വൈക ദൈവത്തെ സൃഷ്ടാവേ എന്ന നിലയിലാണ് പിതാവേ എന്ന് യേശുക്രിസ്തു തമ്മിൽ പരിചയപ്പെടുത്തി, ദൈവത്തെ പരിചയപ്പെടുത്തി തരുന്നത് വരെ വിളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതായത് പിതാവായ ദൈവത്തെ ലോകത്തിന് ആദ്യമായി വെളിപ്പെടുത്തിയ വ്യക്തി യേശു ക്രിസ്തുവാണ്. ദൈവം നമ്മോട് കൂടെ ഇമ്മാനുവേൽ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ യാഹുവേ, നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. കാരണം അതുവരെ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം, അതുവരെ വാഗ്ദാന പേടകത്തിൽ ഇറങ്ങി വന്ന ദൈവം ഇതാ ഇപ്പോൾ മനുഷ്യരൂപത്തിൽ നമ്മോട് കൂടെ ഒരു ശിശുവുമായി ജനിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇമ്മാനുവേൽ എന്ന് വിളിച്ചിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. യഹൂദന്മാരോട് ക്രിസ്തു സംവദിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുക: ഞാൻ തന്നെ, ഞാൻ യാഹുവയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. 8:28 ഇത് തന്നെ ആവർത്തിക്കുന്നു. യേശു തന്റെ പ്രബോധനങ്ങളിൽ ഞാനാകുന്നു എന്നുള്ള പ്രയോഗം സ്പഷ്ടമായി പറയുന്നതിന് കാരണം യേശുവാണ് യാഹുവ എന്ന് ജനം മനസ്സിലാക്കേണ്ടതിനാണ്. അതായത് മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിയമം നൽകിയ അതേ ദൈവം തൻ്റെ പൂർണ്ണതയിൽ ഭൂമിയിലേക്ക് കടന്നു വന്ന് ആ നിയമം എന്താണെന്ന് മനുഷ്യരുടെ കൂടെ നടന്ന് മനുഷ്യരോട് സംസാരിക്കുക. അതാണ് ക്രിസ്തുവിൻ്റെ ഉള്ളിലെ ഡിവിനിറ്റി എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും ക്രിസ്ത്യാനികൾ ബൈബിൾ എടുത്തിട്ട് പഴയ നിയമത്തിൽ പറയുന്ന ദൈവം വേറെ ഏതോ ഒരു ദൈവമാണെന്നും യേശു ക്രിസ്തുവുമായി യാതൊരു ബന്ധമില്ലാത്ത മറ്റൊരു ദൈവമായും അവതരിപ്പിക്കുന്നത് വളരെ കഷ്ടമാണ്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരോട് ഭാഗികമായി സംസാരിച്ച അതേ ദൈവം തന്നെയാണ് മനുഷ്യ കുഞ്ഞായി ജനിച്ച് മനുഷ്യനായി ഭൂമിയിൽ നടന്ന് മനുഷ്യരുടെ ഇടയിൽ ജീവിച്ച് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത ദൈവം. നമ്മളത് വ്യക്തമായി മനസ്സിലാക്കണം. ഒന്നും കൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടി യെശയ്യായുടെ പുസ്തകം 48-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം കാണാൻ സാധിക്കും: ഞാൻ അതേ ആദിയും അന്തവുമായവൻ, സകലതും എൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, എന്നെയും ആത്മാവിനെയും അവിടുന്ന് അയച്ചിരിക്കുന്നു. യെശയ്യായുടെ പുസ്തകം 48-ാം അധ്യായം 12 മുതലുള്ള 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. പഴയ നിയമത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാരെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ബൈബിൾ വായിക്കുമ്പോൾ ഇപ്രകാരമുള്ള കാഴ്ചപ്പാടിലൂടെ ദൈവത്തെ മനസ്സിലാക്കി കൊണ്ടുവരാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. യാഹുവേ രക്ഷിക്കുന്നു എന്ന പേരാണ്, യേശു എന്ന പേരാണ് സ്വീകരിച്ചത് യാഹുവേ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചപ്പോൾ. യേശു, ഈശോ എന്നാണ് മറിയത്തിന് നൽകിയിരിക്കുന്ന നാമം. സുറിയാനി ഭാഷയിൽ അല്ലെങ്കിൽ അറമൈക് ഭാഷയിൽ ഈശോ എന്നാണ് പറയുക. അതാണ് ഗ്രീക്ക് ഭാഷയിലേക്ക് യേസൂസ് എന്നാകുന്നത്, ഹീബ്രു ഭാഷയിൽ യേശു എന്നാകുന്നത്. യേസൂസ് എന്ന പദമാണ് ഇംഗ്ലീഷിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വൈ എന്നുള്ളത് ജെ എന്ന അക്ഷരമാക്കി ഉപയോഗിക്കുന്നത് കൊണ്ട് ജീസസ് ആയി മാറുന്നത്. അപ്പോൾ യാഹുവയാകുന്ന ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ ഞാൻ തന്നെ എന്ന് അഭിസംബോധന ചെയ്യപ്പെട്ട ദൈവം, പ്രോനൗൺ മാത്രമായിരിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തെ യഥാർത്ഥത്തിൽ ഒരു പേരിടുവാൻ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്ന 2 മനുഷ്യന്മാരുണ്ടാവുകയാണ്. അതായത്
യാഹുവയ്ക്ക് മേൽ അധികാരമുള്ള 2 മനുഷ്യരുണ്ടാവുകയാണ്. അതാണ് ജോസഫും മറിയവും. അവർ യേശു എന്ന് പേരിടുന്നു. ആ മനുഷ്യ കുഞ്ഞായ യേശു മാതാപിതാക്കന്മാർക്ക് വിധേയനായി ജീവിക്കുന്നു. ഇതാണ് പ്രത്യേകത. ഇനി അനാദിയിൽ പുത്രനായ ദൈവം പിതാവിൽ നിന്ന് ജനിച്ചവന്, അതായത് അനാദിയിൽ ദൈവം 3 ആണത്തങ്ങളുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്, അനാദിയിലുള്ള ബന്ധമെന്ന് പറയുന്നത്, പിതാവിൽ നിന്ന് ജനിച്ചവനാണ് പുത്രൻ, പുത്രനെ ജനിപ്പിച്ചവനാണ് പിതാവ്. ഈ ഒരു ബന്ധം അനാദിയിലുണ്ട്. അതായത് പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രൻ ജനിക്കുകയാണ്. പരിശുദ്ധ തൃത്വത്തിന്റെ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഞാൻ അത് കൂടുതൽ വിശദമാക്കാം. അപ്പോൾ അനാദിയിൽ ഈ 2 ആളത്തങ്ങൾ, പരിശുദ്ധ തൃത്വത്തിലെ 3 ആളത്തങ്ങളിൽ 2 ആളത്തങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ജനിപ്പിക്കുകയും ജനിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധമാണ്. അതുകൊണ്ട് യേശു ഭൂമിയിലായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ പരിശുദ്ധ തൃത്വത്തിലെ 1ാമത്തെ ആളത്തത്തെ യേശു തൻ്റെ ബന്ധം ഉപയോഗിച്ച് പിതാവേ എന്ന് വിളിക്കുന്നു. യഥാർത്ഥത്തിൽ പിതാവ് എന്ന പദമല്ല, അപ്പ, ഡാഡി എന്ന രീതിയിലാണ്. അത്രയും സിമ്പിൾ പദം ആബ എന്നാണ് യേശു വിളിച്ചത്. മലയാളത്തിൽ പിതാവ് എന്ന് പറയുമ്പോൾ വളരെയധികം ഭവ്യതയാർന്ന നാമമായിട്ട് ഉപയോഗിക്കുക. ആരും മക്കള് അപ്പന്മാരെ പിതാവ് എന്ന് വിളിക്കാറില്ല. നമ്മുടെ നാട്ടിലൊക്കെ അപ്പ, അച്ഛ, ഡാഡി, പപ്പ എന്ന് വിളിക്കാറ്. ആരെങ്കിലും നമ്മുടെ മക്കൾ ആരെങ്കിലും അപ്പനെ പിതാവേ എന്ന് വിളിക്കാറുണ്ടോ? ഒരിക്കലില്ല. പിതാവ് എന്ന് ബഹുമാന സൂചകമായി ഉപയോഗിച്ചിരിക്കുന്ന പദമായിരിക്കുക. എന്നാൽ യേശു ഇസ്രായേലിൽ ജീവിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ പിതാവ് എന്നുള്ളൊരു ബഹുമാന സൂചക പദമായിട്ടല്ല ദൈവത്തെ വിളിക്കുന്നത്. മറിച്ച് ഡാഡി, പപ്പ, അപ്പ, അച്ഛ എന്നുള്ള രീതിയിൽ വളരെ കാഷ്വലായിട്ടുള്ള അബ എന്നാണ് വിളിക്കുന്നത്. ദൈവവും പിതാവായ ദൈവവും പുത്രനായ ദൈവവും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. ആബ, എൻ്റെ അപ്പ എന്നാണ് യേശു ദൈവത്തെ, പിതാവിനെ വിളിക്കുന്നത്. പുത്രനായ ദൈവത്തെ പിതാവായ ദൈവം പുത്രൻ എന്നാണ് വിളിക്കുന്നത്, മകനെ എന്നാണ് വിളിക്കുന്നത്. ഇവരെൻ്റെ പ്രിയപുത്രൻ, പ്രിയപുത്ര എന്നാണ് വിളിക്കുന്നത്. പ്രിയപുത്ര, അവിടെ ഈ മോഹനത്തും വാത്സല്യമുള്ള പ്രിയ കൂട്ടിച്ചേർത്ത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപുത്ര, അവർ തമ്മിലുള്ള ബന്ധം വളരെ കാഷ്വലായിട്ടുള്ള ആബ, എൻ്റെ അപ്പ എന്ന രീതിയിലാണ്. ആബ എന്ന് പുത്രൻ പിതാവിനെ വിളിക്കുമ്പോൾ പിതാവ് പുത്രനെ പ്രിയപുത്ര എന്നാണ് വിളിക്കുന്നത്. ഇത് പിതാവും പുത്രനും, പരിശുദ്ധ അർത്ഥത്തിൽ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധമാണ്. മനുഷ്യനാണെങ്കിൽ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധമാണ്. ലോർഡ്, കർത്താവേ. നമ്മൾ വിശുദ്ധ കുർബാനയെല്ലാം കർത്താവായ ദൈവം എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ യേശു പിതാവ് എന്ന് വിളിക്കുന്നത് പോലെ വിളിക്കാനുള്ള യോഗ്യത നമുക്കില്ല. എന്നാൽ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറയുമ്പോൾ യേശു ആ ഒരു ബന്ധത്തിലേക്ക് നമ്മെ കൂട്ടിച്ചേർക്കുകയാണ്. അതിപ്രകാരമാണ്, ഞാൻ എൻ്റെ അപ്പനെ അപ്പ എന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളും സ്വർഗസ്ഥനായ അപ്പ എന്ന് വിളിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ അപ്പ എന്ന് നമ്മെ വിളിക്കാൻ യേശു ക്രിസ്തു പഠിപ്പിച്ചത്. അങ്ങനെയാണ് നാം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുകയും നാം ദൈവമക്കളായി മാറുകയും ചെയ്യുന്നത്. അതായത് യേശു ക്രിസ്തു തൻ്റെ പിതാവിനെ വിളിക്കുന്ന വിളിയുടെ ഡെപ്തിൽ അല്ല സൃഷ്ടിയായ നാം സൃഷ്ടാവായ ദൈവത്തെ അല്ലെങ്കിൽ ആബ പിതാവിനെ വിളിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വിളിക്കാനുള്ള അനുവാദം യേശു ക്രിസ്തു തന്നിട്ടുണ്ട്, ആബ എന്നർത്ഥത്തിൽ. എങ്കിലും യേശു ക്രിസ്തുവിൻ്റെ ആബ വിളിയും നമ്മൾ വിളിക്കുന്ന സ്നേഹത്തോടെ സ്വർഗീയ അപ്പച്ച എന്ന് വിളിക്കുന്ന വിളിയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്തപ്പോൾ മഗ്ദലമറിയത്തോട് ഇങ്ങനെ പറയുന്നത്, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ എന്ന പദം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ദൈവം, നമ്മുടെ പിതാവ് എന്ന് യേശു ഒരിക്കലും ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ ദൈവം അഭിസംബോധന ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, ഇങ്ങനെ വേർതിരിച്ച് നിങ്ങൾ പിതാവെ എന്ന് വിളിക്കുന്നത് പോലെ അല്ല ഞാൻ പിതാവെ എന്ന് വിളിക്കുന്നത് എന്ന് യേശു
വ്യക്തമായി അടിവരായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ എന്നല്ല യേശു പഠിപ്പിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ. അവിടെ യേശു ക്രിസ്തു ഇല്ല, ഞങ്ങളിൽ യേശു ക്രിസ്തു ഇല്ല. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ എന്ന് പഠിപ്പിക്കുന്നില്ല യേശു ക്രിസ്തു. ഞങ്ങളുടെ പിതാവേ എന്ന് പഠിപ്പിക്കുക. പിതാവുമായുള്ള ബന്ധം, മനുഷ്യന്റെ ബന്ധം ഇപ്രകാരമാണെന്ന് കാണിച്ചു തരികയാണ്. പുത്രനായ ദൈവവുമായുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്നും കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ ദൈവാത്മാവായി പഴയ നിയമത്തിൽ കാണുന്നു, പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവായി നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും ആത്മാവിനെ പറയുന്ന പേര് അല്ല. പലരും ധരിച്ചിരിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവിനെ പറയുന്ന പേരാണ് പരിശുദ്ധാത്മാവ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. പിതാവ് പരിശുദ്ധ തൃത്വത്തിലെ ഒരു സ്പിരിറ്റാണ്. പുത്രൻ പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ സ്പിരിറ്റാണ്. പരിശുദ്ധാത്മാവ് പിതാവ് എന്നതുപോലെ പുത്രൻ എന്നതുപോലെ പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ സ്പിരിറ്റാണ്. പിതാവിനെ ഐഡന്റിഫൈ ചെയ്യാൻ ജനിപ്പിക്കുന്നവന്റെ അർത്ഥത്തിൽ പിതാവെന്നും പുത്രനെ ജനിച്ചവൻ എന്ന അർത്ഥത്തിൽ പുത്രൻ എന്നും പറയുമ്പോൾ പുറപ്പെടുന്ന വ്യാപിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ അരൂപി എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മനുഷ്യന്റെ ആത്മാവാണ് മനുഷ്യാത്മാവ് എന്നതുപോലെ ദൈവത്തിന്റെ ആത്മാവാണ് ദൈവാത്മാവ് എന്നല്ല. പിതാവ് എങ്ങനെയാണോ പുത്രൻ എങ്ങനെയാണോ അതുപോലെ മറ്റൊരു സ്പിരിറ്റാണ്. പിതാവിന് തുല്യനായ പുത്രന് തുല്യനായ മറ്റൊരു സ്പിരിറ്റാണ് പരിശുദ്ധാത്മാവ്. ഈ മൂന്ന് സ്പിരിറ്റിലും വസിക്കുന്നത് ഒരു ദൈവമാണ്. മൂന്ന് ദൈവമല്ല, ഒരു ദൈവം മൂന്ന് ആളുകളിൽ വസിക്കുകയാണ്. അതാണ് പരിശുദ്ധത്തിന്റെ രഹസ്യം. അപ്പോൾ പലരും ഇപ്രകാരം പിതാവായ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പുത്രനായ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധ ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന രീതിയിൽ സോളം എന്ന രീതിയിൽ കാണുന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന ദൈവസങ്കല്പം തെറ്റാണ്. ഹോളി സ്പിരിറ്റാണ്. പിതാവ് എന്നതുപോലെ പുത്രൻ എന്നതുപോലെ പരിശുദ്ധ അരൂപി. ഇതാണ് ബൈബിളിലെ ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിലെ ദൈവത്തെ വ്യക്തമായി മനസ്സിലാക്കി വരണം. പുത്രനായ ദൈവം മനുഷ്യനായി അവതാരമെടുത്തപ്പോൾ ഇവിടെ ഇതാ ദൈവം മനുഷ്യനായിരിക്കുകയാണ്. അതാണ് യേശു ക്രിസ്തു. അതായത് ഇനി നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ കസേരയിൽ ഇരിക്കുന്ന ആ ദൈവം ഒരു മനുഷ്യനാണ്. അത് യേശു ക്രിസ്തു. നാം പുത്രൻ തമ്പുരാനെ ദൈവത്തെ ഏറ്റവും അടുത്ത് അനുഭവിക്കുന്നത് പുത്രൻ തമ്പുരാനിലൂടെയാണ്. ആ പുത്രൻ തമ്പുരാനാകുന്ന ദൈവം ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നാം അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. കാരണം എന്താ? അവൻ മനുഷ്യനാണ്. അതുകൊണ്ടാണ് തോമസ് അക്വിനാസ് ഇങ്ങനെ പറഞ്ഞത്, ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് മനുഷ്യനെ ദൈവമാക്കാനാണ്. ഇപ്രകാരം ദൈവം ഇപ്പോൾ മനുഷ്യരൂപത്തിലാണ്. യേശു ക്രിസ്തു പുത്രൻ തമ്പുരാൻ. പിതാവ് ദൈവം സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവ് ദൈവം സ്പിരിറ്റാണ്, അരൂപികളാണ്. പുത്രനായ ദൈവം അരൂപിയായിരുന്നു, ഇപ്പോൾ രൂപമുണ്ട് യേശു ക്രിസ്തു. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചതും ഞങ്ങൾ അനുഭവിച്ചതുമായി ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിലെ ദൈവത്തെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കണം. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചും ക്രിസ്റ്റോളജിയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ പിന്നീട് വരുന്നതായിരിക്കും. ദൈവം ആരാണ് ബൈബിളിൽ എന്നുള്ളത് മനസ്സിലാക്കുക, ആരാധിക്കുക. ആമേൻ.